ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 16-ാം അധ്യായം. വെഞ്ചിരിച്ച വസ്തുക്കൾ. വെഞ്ചിരിച്ച വിശുദ്ധ വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താണ്? അവ നമുക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും ഉപകാരപ്രദമാണോ? തീർച്ചയായും അതെ. നാം എപ്പോഴും അവ ഉപയോഗിക്കണം. ഹന്നാൻ വെള്ളം, വെഞ്ചിരിച്ച എണ്ണ, ഉപ്പ്, കാശുരൂപങ്ങൾ, മെഴുകുതിരികൾ മുതലായവ ഉപയോഗിക്കുവാൻ ശുദ്ധീകരണ ആത്മാക്കൾ വളരെയേറെ ആഗ്രഹിക്കുന്നു. വളരെ രസകരവും ഉദ്വേഗജനകവുമായ ഒരു കഥ എനിക്ക് ഇതേപ്പറ്റി പറയാനുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ഒരു വെഞ്ചരിച്ച മെഴുകുതിരി കത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന ഒരു സ്ത്രീയെ എനിക്കറിയാമായിരുന്നു. ഒരു ശനിയാഴ്ച അവളുടെ ഭർത്താവ് പറഞ്ഞു, "നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതൊന്ന് നിർത്താമോ? ഇതൊരു പഴഞ്ചൻ ചിന്താഗതിയാണ്. മരിച്ചവരെല്ലാം സന്തോഷമായി കഴിയുന്നു. അതുകൊണ്ട് അവരോട് വാഗ്ദാനം ചെയ്തത് കാര്യമാക്കേണ്ടതില്ല. അവർക്കതിന്റെ ആവശ്യവുമില്ല." ആ സ്ത്രീക്ക് വളരെയേറെ ദുഃഖമുണ്ടായി. അവർക്ക് പ്രാർത്ഥന തുടരാൻ ആഗ്രഹവും ഉണ്ടായിരുന്നു. എന്നാൽ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കാനും മനസ്സ് വന്നില്ല. അവൾ ചിന്തിച്ചു, ഞാൻ ഭർത്താവ് കാണാത്ത ഒരു മരക്കഷ്ണത്തിൽ തിരി ഉറപ്പിച്ചു വയ്ക്കും. അതുകൊണ്ട് അയാൾക്ക് നഷ്ടമൊന്നും വരികയില്ലല്ലോ. അവൾ തിരി കത്തിച്ചു വച്ചു. ചെറിയൊരു കിളിവാതിലുള്ള കതക് ചാരിയിടുകയും ചെയ്തു. അവൾ വീടിന് പുറത്തേക്ക് പോയ സമയത്ത് അവളുടെ ഭർത്താവ് വരികയും ചെയ്തു. ചിന്താക്കുഴപ്പത്തോടെ അയാൾ ആ ചെറിയ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. അത്ഭുത പരതന്ത്രനായി വിളറി വെളുത്ത അയാൾ അവിടെ കണ്ടത് മെഴുകുതിരി കത്തുന്നത് മാത്രമല്ല, 6 ജോഡി കൈകൾ അതിനു ചുറ്റും കൂപ്പിയ നിലയിലുമായിരുന്നു. വാതിൽ അടച്ച് ഭാര്യ വരാനായി അയാൾ കാത്തിരുന്നു. അവൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, "എന്തിനാണ് ആ പഴയ അടുപ്പിനടുത്ത് തിരി കത്തിച്ചു വച്ചത്? ഇവിടെ മേശപ്പുറത്ത് വയ്ക്കാമായിരുന്നല്ലോ." ഇവിടെ നിങ്ങൾ അനുഗ്രഹീതമായ പ്രകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക തരം സംഗീതം അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉവ്, ദൈവികമായ സംഗീതവും അവരുടെ കുടുംബങ്ങളെ പ്രാർത്ഥിക്കാനായി വിളിക്കുന്ന പള്ളിമണികളുടെ ശബ്ദവും അവർ ഇഷ്ടപ്പെടുന്നു. പള്ളിമണികൾ മുഴങ്ങുന്നത് തങ്ങളുടെ സ്വകാര്യതയെ ഭഞ്ചിക്കലാണെന്ന് ഭൗതികവാദികൾ പരാതിപ്പെടുന്നില്ലേ? ആത്മീയമായി മൃദമായ പട്ടണങ്ങളിൽ സാത്താന്റെ ഈ പദ്ധതിയോട് സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ഹന്നാൻ വെള്ളം നമ്മെയും ശുദ്ധീകരണാത്മാക്കളെയും എപ്രകാരമാണ് സഹായിക്കുക? ഓരോ ഭവനത്തിലും ഓരോ താമസ സ്ഥലങ്ങളിലും ഹന്നാൻ വെള്ളം സൂക്ഷിച്ചു വയ്ക്കണം. അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യണം. അസ്വസ്ഥതകളോ പാപകരമായ അവസ്ഥയോ ഉണ്ടെങ്കിൽ അവിടെ ഹന്നാൻ വെള്ളം തളിക്കണം. അത് സാത്താനിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഓരോ ശവകുടീരത്തിലും ഹന്നാൻ വെള്ളം തളിക്കപ്പെടണം. കാരണം അപ്പോൾ ശുദ്ധീകരണാത്മാക്കൾ അവിടെ സമ്മേളിക്കുകയും നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവം പൈശാചിക ബാധ മൂലമാണോ എന്നറിയാൻ ഹന്നാൻ വെള്ളം തളിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. ഉടനടി നമുക്ക് ഉത്തരം ലഭിക്കുകയും സാത്താന്യ ശക്തികൾ ഓടിയകലുകയും നമുക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും. പഠനങ്ങൾ തെളിയിക്കുന്നത് അപകടകരമായ റേഡിയേഷനിൽ നിന്ന് ഹന്നാൻ വെള്ളം സംരക്ഷണം നൽകുന്നുവെന്നാണ്. പുരോഹിതൻ വെഞ്ചരിച്ച വസ്തുക്കൾ നിത്യോപയോഗത്തിൽ നമുക്ക് എന്തെല്ലാം ഗുണം ചെയ്യും? എല്ലാം വെഞ്ചരിക്കാനും അനുഗ്രഹിക്കാനും ഇക്കാലഘട്ടത്തിൽ പുരോഹിതർ കൂടുതൽ താൽപ്പര്യമെടുക്കണം. വീടുകൾ, കാറുകൾ, ഭക്ഷ്യവിളകൾ, സ്ഥാപനങ്ങൾ ഒക്കെ ഇതിൽപ്പെടുന്നു. ശീതകാലത്ത് റോഡിലെ മഞ്ഞുരുക്കി കളയാൻ ഉപയോഗിക്കുന്ന ഉപ്പ് മുഴുവൻ വെഞ്ചരിച്ച ശേഷം വിതരണം ചെയ്യണമെന്നത് ഒരു നല്ല ആശയമല്ലേ? ഇത് വളരെ നാടകീയമായി അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കുകയും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും.